കടുവാഭീതി ഒഴിയാതെ മൂന്നാർ. പാമ്പൻ മലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടിയിട്ടും ഭീതി ഒഴിയുന്നില്ല. കടുവയെ പിടികൂടിയ മറയൂരിന് സമീപം കോഫി സ്റ്റോറിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ 2 പശുക്കൾ കുടിച്ചെത്തു. മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലും കടുവയുടെ ആക്രമണമുണ്ടായി. മേയാൻ വിട്ട പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ജെയിൻ രാജു വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, എന്താണ് ഇത് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ? മോത്തി, ഒരു 3 ആഴ്ച മുമ്പാണ് പാമ്പൻ മലയിൽ നിന്ന് ഒരു കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയത്. ആ ജനവാസ മേഖലയിൽ ഇറങ്ങി ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ 10-20 പശുക്കളെ ആക്രമിച്ച് കൊന്ന കടുവയായിരുന്നു അത്. പക്ഷേ ആ കടുവയെ പിടികൂടിയപ്പോൾ ആളുകളൊക്കെ വലിയ പ്രതീക്ഷയിലും ആശ്വാസത്തിലുമായിരുന്നു. കാരണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആ കടുവയെ അവിടെ നിന്ന് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ള ആശ്വാസത്തിലായിരുന്നു. പക്ഷേ ആ ആശ്വാസം അധികം നാൾ നീണ്ടില്ല. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആശ്വാസത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ മേഖലയിൽ തന്നെ വീണ്ടും മറ്റൊരു കടുവ എത്തിയിരിക്കുകയാണ്. 2 പശുക്കളെ അവിടെ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. സ്വാഭാവികമായും വീണ്ടും ആ പ്രദേശത്തുള്ള ആളുകൾ ആശങ്കയിലാണ്. കാരണം മൂന്നാർ മേഖലയിൽ ഏതാണ്ട് 2 വർഷക്കാലമായിട്ട് നിരന്തരം കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. 2 കടുവകളെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അവിടെ കടുവയുടെ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്നത്. അതായത് ആ മേഖലയിൽ ഉൾക്കൊള്ളാവുന്നതിലധികം കടുവകൾ അവിടെ ഉണ്ടോ എന്ന സംശയമാണ് പ്രദേശവാസികൾ പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി, തോട്ടം മേഖലയിലേക്ക് ഇറങ്ങി ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ മൂന്നാറിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള ലോക്ക്ഹാർട്ടിലും അവിടെ ദേശീയപാതയ്ക്ക് സമീപത്താണ് കടുവ എത്തിയത്. അവിടെയും കന്നുകാലിയെ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. ശരി, ജെയിനിസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഭീതിയിലാണ് ആ മേഖലയിലെ മനുഷ്യരുള്ളത്. പല സ്ഥലങ്ങളിലും കടുവ സ്വൈര്യവിഹാരം നടത്തുന്നു. ഈ അനുവദനീയമായ എണ്ണത്തിലും കൂടുതൽ ഒരു വനവിസ്തൃതിക്കുള്ളിൽ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്, ഈ കടുവകളുടെ എണ്ണം. കാരണം ഓരോ മൃഗങ്ങൾക്കും വിഹരിക്കേണ്ട സ്ഥലത്തിൻ്റെ ഒരു പരിധി എത്ര എന്നത് നിർണയിച്ചിട്ടുണ്ട്. ആ പരിധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ എണ്ണം കടുവകളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്.